ഹണി റോസിനെ കുറിച്ചുള്ള പരാമർശത്തിന് ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോകുമോ? ബോബി ചെമ്മണ്ണൂറിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഹണി റോസ് കുറച്ച് ഓവർ അല്ലേ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കാണുമോ? ഹണി റോസിനെ വിമർശിക്കാമോ? ഹണി റോസിന്റെ ഭാഗത്തും തെറ്റുണ്ടോ? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖനായ ഒരു ബിസിനസ്സുകാരൻ, ഹണി റോസ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ പ്രതിഭയും കഴിവും ഒക്കെ തെളിയിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയെ കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പ്രയോഗമുള്ള പരാമർശം വിവാദത്തിലാകുകയും ഹണി റോസ് അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. കുന്തി ദേവിയുമായിട്ട് ഉപമിക്കുകയും അതിൻ്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ഹണി റോസിനെ മോശമായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ആ കേസിന്റെ അടിസ്ഥാനം. ഒരു സംശയവുമില്ല, ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ്. കുന്തി ദേവി എന്ന് പറയുന്നതിൻ്റെ ഒരു ദ്വയാർത്ഥ പ്രയോഗം അദ്ദേഹം നടത്തി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിച്ചാലും ആ സ്ത്രീയെക്കുറിച്ച് മോശം പറയാതിരിക്കാവുന്ന ഒരു മാന്യത പുരുഷന്മാർ കാണിക്കണം. അങ്ങനെ തന്നെയാണ് നിയമവും മാന്യതയും എല്ലാം അനുശാസിക്കുന്നത്. പക്ഷേ ഹണി റോസ് താനിടുന്ന വസ്ത്രങ്ങളുടെ ഇമ്പാക്ട് സമൂഹത്തിൽ എന്താണ് എന്നറിയാത്ത വ്യക്തിയൊന്നുമല്ലല്ലോ. ഹണി റോസിന് എനിക്ക് ബഹുമാനമാണ്. ഹണി റോസിന്റെ ആദ്യ സിനിമ ബോയ് ഫ്രണ്ടിന്റെ കാലം മുതൽ അതിലെൻ്റെ ഒരു സുഹൃത്ത് ശ്രീ നാഷ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളിലുണ്ടായിരുന്നു. വിനയൻ സാറിന്റെ സിനിമ. ഹണി റോസിനെ കുറിച്ച് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാം ബഹുമാനവും അവരുടെ എല്ലാ സിനിമയ്ക്കും അല്ലെങ്കിൽ കഴിവുകൾക്കും മുമ്പോട്ടുള്ള വളർച്ചയ്ക്കും ആദരവർപ്പിക്കുന്നു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്തോ വലിയ ആഭാസനും ഹണി റോസ് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന കമന്റുകളോ തൻ്റെ വസ്ത്രധാരണം ചിലപ്പോഴെങ്കിലും വൾഗറായി മാറുന്നു എന്ന വിമർശനമോ ഇതൊന്നും ഇന്നേ വരെ കേട്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇതെടുക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. അതായത് രാഷ്ട്രീയപരമായി അത് പറയുന്നതാണ് കൂടുതൽ ട്രെൻഡ്. അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധനായി മുദ്ര കുത്തപ്പെടും, സ്ത്രീ വിരുദ്ധനായി ചാപ്പ നൽകും. പക്ഷെ അതല്ല ധാർമ്മികമായി ശരി, എത്തിക്കലി ശരി. ഹണി റോസിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വിമർശനം പങ്കുവെച്ച് ഫറ ഷിബില എന്ന് പറയുന്ന അഭിനേത്രി, ആങ്കർ, കലാകാരി തന്നെ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അവരുടെ ഒരുപക്ഷെ എല്ലാ മലയാളികളും കേൾക്കേണ്ട ഒരു കാര്യമാണ്. മനോഹരമായി തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ബുദ്ധിപരമായി ഉപയോഗിച്ചാണ് ഹണി റോസ് നിലനിന്നത് എന്ന് ഫറ ഷിബില പറയുന്നു. അങ്ങനെ തന്നെയാണ് എൻ്റെ തലക്കെട്ടും. ആൺനോട്ടങ്ങളെയും മെയിൽ ഗെയ്സിനെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ബുദ്ധിപരമായി ഉപയോഗിച്ച വ്യക്തിയാണ് ഹണി റോസ്. ഫറ ഷിബിലയുടെ ഇൻസ്റ്റാഗ്രാമിലെ ആ പോസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം. ഒരു വിഷയം വായിക്കേണ്ട ഒരു പോസ്റ്റാണ്. സൈബർ ബുള്ളിയിങ്ങിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. അതിനെതിരായി ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. തൻ്റെ മേഖല ഇതായതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നു, അതുകൊണ്ടാണ് താൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്, ഹണി റോസിന്റെ മേഖല ഇതായതുകൊണ്ട് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു, അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങളെന്ന് തോന്നുന്നില്ല. ഹണി റോസ് വളരെ ബുദ്ധിപരമായി ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരുടെ പോസ്റ്റ് ബാക്കി പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷെയ്മിങ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റ് തന്നെയാണ്. അതിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമാണ് എന്ന് തോന്നുന്നില്ല. മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൽ ഗേസിനെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത്? സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും. മിസ് ഹണി റോസിനെ കുറിച്ച് അടുത്ത വരി വളരെ പ്രസക്തമാണ്. മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്നെങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുമോ? വളരെ പ്രസക്തമായ വരിയാണ്. മിസ് ഹണി റോസിനെ കുറിച്ച് ഇത് കേൾക്കുന്നവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്നെങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുമോ? ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു. പക്ഷേ അവർ കോൺഷ്യസ് ആയി ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല. ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ടാവില്ല. സർവൈവൽ ആണ് അവർക്ക് ഉദ്ഘാടന പരിപാടികൾ എന്നും മനസ്സിലാക്കുന്നു. പക്ഷേ ഇമ്പാക്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇന്റൻഷൻ, റൈറ്റ്? അടുത്ത വളരെ പ്രസക്തമാണ്. നത്തിങ് ദാറ്റ് ഈസ് മോറലി റോങ് ക്യാൻ ബി പൊളിറ്റിക്കലി റൈറ്റ്. ധാർമ്മികമായ തെറ്റായ ഒരു കാര്യം രാഷ്ട്രീയപരമായി ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായൊരു നിലപാടാണ് ഫറ ഷിബില എടുത്തിരിക്കുന്നത്. അവരും കലാകാരിയും അഭിനേത്രിയും ഒക്കെയാണ്. ഹണി റോസിനെതിരെ ആരെങ്കിലും മോശമായ പരാമർശം ഉപയോഗിച്ചാൽ അതൊന്നും ശരിയല്ല. ഹണി റോസ് എന്ത് വസ്ത്രം ധരിച്ചാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ
മാന്യതയുടെ അതിർവരമ്പുകളുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ അമല പോളിന്റെ കാര്യത്തിൽ. അമല പോൾ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ് ഇട്ട് കോളേജിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ദിവ്യപ്രഭ ഓൾ ദാറ്റ് ഇമാജിൻ ഈസ് ലൈറ്റിൽ അവർ ടോപ്പ് ഭാഗം മുഴുവൻ വ്യവസ്ഥയായിട്ടും ഒരു വളരെ എക്സ്പ്ലിസിറ്റ് ആയ ലൈംഗിക സീനും ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ വിമർശിച്ചു. അത് മലയാളികൾ അതാണ് കൂടുതൽ സെർച്ച് ചെയ്തതെന്ന്. സ്വാഭാവികമായൊരു ചോദ്യം വരില്ലേ, അത്തരം സീനുകൾ വരുമ്പോൾ, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കോൺട്രവേഴ്സി ഉണ്ടാകുമെന്ന് അറിയാതെ ഒന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഈ എന്താ പറയണേ, തിരക്കഥ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള വിപണന മൂല്യം, വിപണന സാധ്യത, വിവാദ സാധ്യത, അത് ഗ്രാബ് ചെയ്യുന്ന ഐബോൾസ് അറ്റൻഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ആ സിനിമയുടെ ഡയറക്ടറും ദിവ്യപ്രഭയും ഒക്കെ അവയറല്ലേ. ആ സിനിമ ഗംഭീരമാണ്. ബറാക്ക് ഒബാമ പോലും ഏറ്റവും കണ്ടിരിക്കേണ്ട സിനിമകളിലൊന്ന് പറഞ്ഞാണ്. നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമാണ് കനി കുസുതിയും ദിവ്യപ്രഭയും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ തികച്ചും നിഷ്കളങ്കമായി ഞാൻ കഥാപാത്രം ആവശ്യപ്പെട്ട രംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ, കഥാപാത്രം അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമകളിലും ഒരുപാട് രംഗങ്ങൾ ആവശ്യപ്പെടുമല്ലോ. അങ്ങനെ അതൊരു ന്യായീകരണം മാത്രമാണ്. അപ്പോൾ അമല പോളിന്റെ കാര്യത്തിലാണെങ്കിലും, ഹണി റോസിന്റെ കാര്യത്തിലാണെങ്കിലും, ദിവ്യപ്രഭയുടെ കാര്യത്തിലാണെങ്കിലും ഇവർക്കെതിരെ അശ്ലീല കമന്റുകൾ പറയുന്നത് 100% തെറ്റാണ്. പക്ഷേ പൊതുമണ്ഡലത്തിൽ തങ്ങളുടെ ആക്ഷൻസ് അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതികരണങ്ങളും പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ഈ വിഷയത്തിൽ ഞാനൊക്കെ ഇന്നലെ പറഞ്ഞത്, ബോച്ച ഇതിൽ മാപ്പ് പറയാൻ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറാണ്. ആ മാപ്പ് സ്വീകരിക്കണമെന്നും ആ മാപ്പ് സ്വീകരിച്ച് ആ കേസ് അവസാനിപ്പിക്കണമെന്നും ഉള്ളതാണ് എൻ്റേതടക്കമുള്ള കാഴ്ചപ്പാട്. ഇനി അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ ഉപയോഗിക്കരുത്. അദ്ദേഹം കുന്തി ദേവി എന്നൊക്കെ ദ്വയാർത്ഥ പ്രയോഗം പറഞ്ഞു. ഞാൻ ഇനിയും കുന്തി എന്നല്ലേ പറഞ്ഞുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇനുവെൻഡോയും ഇൻസിനുവേഷനുമാണ്. വളഞ്ഞ വഴിയിലുള്ള വ്യംഗ്യവും ആക്ഷേപവും ലൈംഗിക ദ്വയാർത്ഥ പ്രയോഗങ്ങളുമാണ്. പക്ഷേ ഹണി റോസിന്റെ ഭാഗത്തു നിന്നും മിതത്വം ഉണ്ടാകണം. മോൺസ്റ്റർ എന്ന സിനിമയിൽ സാക്ഷാൽ ലാലേട്ടൻ, നമ്മുടെ എല്ലാം ഭാഗ്യമായ ലാലേട്ടൻ, ഹണി റോസിനെ വെച്ച് തന്നെ ഇതേമാതിരി ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള സീൻ ആ സിനിമയിൽ തന്നെയുണ്ട്. അപ്പം പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താ പറയണേ, സ്ത്രീക്ക് എങ്ങനെ എന്ന് വൾഗറാകാം, പക്ഷേ പുരുഷൻ അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അപ്രായോഗികമാണ്. പലപ്പോഴും നടക്കില്ല. വേണമെങ്കിൽ TV ചാനലിലിരുന്നോ യൂട്യൂബിലിരുന്നോ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കാം, ഹണി റോസ് വലിയ പോരാളിയാണ്, ഹണി റോസ് അടുത്ത അതിജീവിതയായി മാറുകയാണെന്നൊക്കെ. പക്ഷേ യാഥാർത്ഥ്യബോധം അങ്ങനെയല്ല. നമ്മുടെ സഹോദരിമാരും പെൺകുട്ടികളും സുഹൃത്തുക്കളും അവരുടെ വസ്ത്രധാരണത്തിന് മാന്യത വേണം. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുള്ള് മൂടി പൊതിച്ച് നടക്കണമെന്നൊന്നുമല്ല. എന്നാലും അതിനൊരു മാന്യതയും മിതത്വവും വേണം. അതേപോലെ മെയിൽ ഗേസിനും മാന്യതയും മിതത്വവും വേണം. അവർ പറയുന്നതിന് മാന്യതയും മിതത്വവും വേണം. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒരാളെ മാത്രം ആഭാസനായി ചിത്രീകരിക്കുകയും മറ്റേ ആളെ പുരോഗമനവാദിയായും ചിത്രീകരിക്കുന്നതാണ് പ്രശ്നം. പകരം തീർച്ചയായിട്ടും മാന്യതയും മിതത്വവും പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് വേണം. അതോടൊപ്പം സ്ത്രീകളും നമ്മുടെ സഹോദരിമാരും വളർന്നു വരുന്ന കുട്ടികളും കൂടി അത് ശ്രദ്ധിക്കണം. കാര്യം അതാണ് അതിൻ്റെ കറക്റ്റ് ബാലൻസ് എന്നുള്ളതാണ് അതിൻ്റെ തിരിച്ചറിവ്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.